ഹായ്. അപ്പോൾ പാട്രിയറ്റ് സിനിമ എല്ലാവരും കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടു. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം കേട്ടോ. സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം കണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആ ഒരു ഞാൻ പിറ്റേ ദിവസം തന്നെ കണ്ടു. പക്ഷെ ആ ഒരു കണ്ട് കുറേ ആളുകൾ പറഞ്ഞ പോലെ അത്രയ്ക്ക് കൊണ്ടതായില്ല. പിന്നെ എന്താണ് ഇതിൽ ഹൈലൈറ്റ് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇവരെല്ലാവരും കൂടി ഒത്തിറങ്ങിയ ഫിലിമായതുകൊണ്ട് എല്ലാവർക്കും കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് ഓക്കെയാണ്. ബട്ട് ഭയങ്കര ഹൈഫ് ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. പടം അങ്ങനെയാ ഇങ്ങനെ താറുമാറാ അങ്ങനെ ആ ലെവൽക്കൊന്നും വന്നോന്നറിയില്ല. നമ്മൾ പ്രതീക്ഷ ലെവൽക്കൊന്നും വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കുറ്റം പറയാനുമില്ല. നല്ല ഫിലിം കാണാം. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറച്ചൊന്ന് പോയാലാണ് കാര്യം മനസ്സിലാവുള്ളൂ. പിന്നെ ഈ പറയുന്ന നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് മോഹൻലാൽ ചെയ്തിരിക്കും ഇടാട് അവരുടെ ഒരു എൻട്രി. പക്ഷെ അതും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടൊക്കെയാണ് എൻട്രി വരുന്നത്. എന്നാലും പടം കുഴപ്പമില്ല, കാണാം. എന്താണ് വലിയ തെറ്റില്ല, എന്നാൽ ഭയങ്കര അടിപൊളിയെന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു തവണ പോയി കാണാം. പിന്നെ ഫഹദ് ഫാസിലിന്റെ സീന് വേറെ ലെവലായിരുന്നു കേട്ടോ. കാരണം ഇവർ മൂന്നുപേരെ അടുത്ത് ഒറ്റ വില്ലനായിട്ട് ഫഹദ് ഫാസിൽ നിൽക്കുന്നു. അപ്പോൾ ആ വേറെ ലെവലിൽ തകർത്തടിക്കും. പിന്നെ കുഞ്ചാക്കോനാണെങ്കിലും കുഴപ്പമില്ല, പിന്നെ മമ്മൂട്ടി മോഹൻലാലും എല്ലാം കുഴപ്പമില്ലാത്ത ഫിലിം കാണാം. വലിയ തെറ്റില്ല, എന്നാൽ വലിയ ടോപ്പ് ലെവലിലേക്ക് വരുന്നില്ല. എന്തായാലും ഒരു തവണ പോയി കാണാം. നമ്മൾ കണ്ടു, കുഴപ്പമില്ല തോന്നി. കൂടുതൽ പറയാത്തത് തന്നെ നമ്മൾ പോയി കണ്ടോട്ടെ. വർത്താനം നല്ല സസ്പെൻസ് ഒക്കെ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഫിലിം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും എല്ലാവരും പോയി കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.